ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ ബാങ്കും ഒരു ഗെയിമിംഗ് കൺസോളും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ ഒരു സംഭവം. പവർ ബാങ്ക് പിൻവശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നത്തിങ് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻസൈഡൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് പവർ ബാങ്കിൻ്റെ ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത്. മുൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ബാങ്കിൽ ഇവിടെ ആയിട്ടൊരു കൺസോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റെട്രോ ഗെയിംസ് കളിക്കാൻ വരുന്ന രീതിയിലുള്ളൊരു കൺസോളാണ്. അതായത് ഇതിനകത്ത് ഏകദേശം 100 ഗെയിമോളം കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുമാത്രമല്ല ഈ ഗെയിംസ് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കീപാഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഇതിനകത്തുണ്ട്. ഇനി നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഗെയിംസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെയായിട്ട് ഒരു മൈക്രോ SD കാർഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈക്രോ SD കാർഡിൽ നിങ്ങൾക്ക് ഗെയിം ഇട്ട് ഇതിനകത്ത് അഡീഷണലായിട്ട് ആഡ് ചെയ്യാനും വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ മെയിൻ പർപ്പസിലേക്ക് വരാം. അതായത് ഫോൺ ചാർജ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഫോൺ ചാർജ് ചെയ്യുന്നത് ഇവിടെയായിട്ട് നമുക്ക് മാക്സ് സേഫ് പോലെ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതാണ്ട് 22.5 വാട്ട്സിലാണ് ഇത് ചാർജ് കയറുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ മാഗ്നറ്റിക് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അത്രത്തോളം സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷേ ചാർജൊക്കെ ആവുന്നുണ്ട് കേട്ടോ. 22.5 വാട്ട്സാണ് മാക്സിമം ഔട്ട്പുട്ട് നൽകുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 1599 രൂപ അല്ലെങ്കിൽ 1600 രൂപയാണ് കേട്ടോ. 1600 രൂപയ്ക്ക് കുഴപ്പമില്ല. മിക്ക ഈ ഒരു 8000 mAh എന്നാണ് ഇത് പറയുന്നത്. അപ്പം ഈ ഒരു 8000 റേഞ്ചിലൊക്കെ വരുന്ന ഒരു 1000 റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അഡീഷണൽ ഒരു കൺസോളൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് കിട്ടുന്നതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ലാത്ത തരത്തിലുള്ളൊരു ഡീലായിട്ട് തോന്നി. എന്തായാലും സംഭവം വെറൈറ്റിയാണ് കേട്ടോ.